ഈ കൊച്ചിയിലേക്ക് പോവുകയാണ്. വിപിൻ സി വിജയനുണ്ട്. വിപിൻ, ഈ എറണാകുളത്തിന്റെ മൊത്തത്തിലുള്ളൊരു ചിത്രത്തിൽ CPM കണക്കുകൂട്ടൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? യെസ്, ഒരു UDF കോട്ട എന്നുള്ളതാണ് എപ്പോഴും എറണാകുളത്തെ പറയാറ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയ തരംഗം LDFന് അനുകൂലമായി ഉണ്ടായപ്പോഴും UDFന് അനുകൂലമായി 9 സീറ്റുകളാണ് എറണാകുളത്ത് ലഭിച്ചത്. 5 സീറ്റുകൾ LDFനും. ഈ 5 സീറ്റുകൾക്ക് പുറമെ ഈ ഒരു സീറ്റ് കൂടി ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ CPMന്റെ വിലയിരുത്തൽ. കാരണം 6 സീറ്റുകൾ ലഭിക്കും. തൃപ്പൂണിത്തുറ കൂടി തങ്ങൾ ഒപ്പം നിൽക്കും എന്നുള്ളതാണ്. അത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കോതമംഗലം, കൊച്ചി, കളമശ്ശേരിക്കും ഒപ്പം കുന്നത്തുനാടിനും ഒപ്പം തന്നെ വൈപ്പിനും ഒപ്പം തന്നെ തൃപ്പൂണിത്തുറ കൂടി CPMന് അനുകൂലമായി നിൽക്കുന്നതാണ് കരുതുന്നത്. കാരണം വൈപ്പിനിലെ MLA ആയിട്ടുള്ള KN ഉണ്ണികൃഷ്ണനായിരുന്നു തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥിയായി പിന്നീട് പാർട്ടി നിശ്ചയിച്ചത്. ഒരു ത്രികോണ മത്സരം തന്നെ, ഇഞ്ചോടിഞ്ച് മത്സരം തന്നെ നടന്ന ഒരു പ്രദേശം എന്നാണ് തൃപ്പൂണിത്തുറയെ ഒപ്പം പറഞ്ഞിരുന്നത്. അവിടെ ഒരു വിജയ പ്രതീക്ഷ ഇപ്പോൾ CPIM വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്നുള്ളത്, ശക്തമായിട്ടുള്ള മത്സരം ആലുവയിലും കാഴ്ചവെക്കാൻ സാധിച്ചു. അവിടെ AM ആരിഫ് ആയിരുന്നു. അവിടെ ശക്തമായിട്ടുള്ള മത്സരം നടന്നു. സംഘടനാ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ളത് കൂടി സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തലാണ്. ഇപ്പൊ തൃക്കാക്കരയിൽ പുഷ്പാദാസിനൊക്കെ വേണ്ടി സംഘടനാ സംവിധാനങ്ങൾ കൃത്യമായി തന്നെ പ്രവർത്തിച്ചു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. മറ്റൊരു ത്രികോണ മത്സരം നടന്നത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം നടക്കുന്ന ഒരു പ്രദേശമാണ് കുന്നത്തുനാട്. കുന്നത്തുനാടിലും ഇപ്രാവശ്യം CPMന്റെ കയ്യിൽ നിന്ന് ആ സിറ്റിംഗ് സീറ്റ് പോകില്ല എന്നുള്ള വിലയിരുത്തൽ കൂടിയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വന്നിട്ടുള്ളത്. മറ്റൊന്ന്, നമുക്ക് തൃശ്ശൂരിൽ കൂടി പരിശോധിക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ 3 സീറ്റുകൾ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതായത് മണലൂരും നട്ടികയും ഒപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലവും അത് നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിലയിരുത്തലുള്ളത്. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിൽ കോൺഗ്രസും BJPയും തമ്മിലായിരുന്നു അതിശക്തമായിട്ടുള്ള ഒരു മത്സരം എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ CPM സെന്ററിന്റെ ഒരു റിപ്പോർട്ട് ഇതിനോടകം തന്നെ സംസ്ഥാന സമിതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മധ്യ കേരളത്തിൽ വലിയ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ LDFനൊപ്പം തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു തുടർഭരണ സാധ്യത തന്നെയാണ് ഇപ്പോൾ CPM ലക്ഷ്യമിടുന്നതും അവരുടെ ഒരു വിലയിരുത്തൽ വരുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.